സ്വേച്ഛാധിപത്യത്തിനും അതിമോഹമായ ആണവ പദ്ധതിക്കും പേര് കേട്ട ആളാണ് ഉത്തര കൊറിയയുടെ പരമോന്നത നേതാവ് കിം ജോങ് ഉൻ. രാഷ്ട്രീയ ജയിൽ ക്യാമ്പുകൾ, സഞ്ചാര സ്വാതന്ത്ര്യമില്ലായ്മ, അഭിപ്രായ സ്വാതന്ത്ര്യമില്ലായ്മ തുടങ്ങി ഒട്ടനവധി മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് അദ്ദേഹം വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. ബാസ്കറ്റ്ബോളിന്റെ വലിയ ആരാധകനായ കിം മുൻ NBA കളിക്കാരനായ ഡെനിസ് റോഡ്മാനുമായി കടുത്ത സൗഹൃദത്തിലാണെന്ന് പറയപ്പെടുന്നുണ്ട്. വെറും 5.5 അടി മാത്രം ഉയരമുള്ള കിം കസ്റ്റമൈസ് ചെയ്തെടുത്ത ഷൂസ് ആണ് പലപ്പോഴും ധരിക്കാറുള്ളത്. ഇത് അദ്ദേഹത്തിന് ഉയരം കൂടുതലായി കാണപ്പെടാനായിട്ട് സഹായിക്കാറുണ്ട്. കിമ്മിന്റെ ഭരണഘടന മതവിശ്വാസ സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുന്നു. അതുപോലെ ഉത്തര കൊറിയയെ ഒരു നിരീശ്വര രാഷ്ട്രമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. റെക്കോർഡിക്കലി ഇങ്ങനെയൊക്കെയാണെങ്കിലും കിം രാജവംശം ക്രിസ്ത്യാനികൾ പോലുള്ള മതവിശ്വാസികളെ പീഡിപ്പിക്കുകയാണ് പതിവ്. 1953 മുതൽ 2 ലക്ഷത്തിലധികം ക്രിസ്ത്യാനികളെ കാണാതായതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കുടുംബത്തിലെ ഒരാൾ മാത്രം ചെയ്യുന്ന തെറ്റിന് ആ കുടുംബത്തിലെ മുഴുവൻ പേരെയും ശിക്ഷിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ രീതി. ഉത്തര കൊറിയയിലെ 60% ആൾക്കാരും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരാണ്. 33%-ലധികം വരുന്ന കുട്ടികൾ പോഷകാഹാര കുറവ് മൂലം പലവിധ അസുഖങ്ങൾക്ക് അടിമയായവരാണ്. ഇങ്ങനെയൊക്കെയാണെങ്കിലും കിമ്മിന് 100-ലധികം ആഡംബര കാറുകളും സ്വന്തമായ ഒരു പ്രൈവറ്റ് ജെറ്റും 30 മീറ്ററിലധികം നീളം വരുന്ന ഒരു നൗകയും സ്വന്തമായുണ്ട്. സ്വേച്ഛാധിപത്യത്തിന് ഇതിനേക്കാൾ വലിയ ജീവിച്ചിരിക്കുന്ന ഉദാഹരണമില്ല.